കീഴാള രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്ത് എല്ലായിടത്തുമുള്ള കീഴാളരായ ആളുകളുടെ ഒരു രാഷ്ട്രീയ അവബോധത്തിൽ നിന്നും അവർ കീഴാളരാകുന്ന പ്രക്രിയയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ഇന്ത്യയിലെ ഈ കീഴാളത്വം എന്ന് പറയുന്നത്. കാരണം ലോകമെമ്പാടും മതങ്ങളുണ്ട്, മതമേലധികാരികൾ, പൗരോഹിത്യം ജനങ്ങളെ ഭരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ദൈവവും മനുഷ്യനും എന്നതിൽ നിന്ന് മാറി മനുഷ്യരിൽ തന്നെ ഒരു വിഭാഗം ദൈവങ്ങളാവുകയാണ്. മനുഷ്യരിൽ തന്നെ ഒരു ന്യൂനപക്ഷമായ മനുഷ്യർ, അവർ ജന്മരാ ശ്രേഷ്ഠരാകുകയും ദൈവമാകുകയും ചെയ്യുന്നു. ഭൂസുരന്മാരാണവർ, ബ്രാഹ്മണർ. അവർ ദൈവങ്ങളാണ്, ഭൂമിയിലെ ദൈവങ്ങളാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നേരിട്ട് ജീവിക്കുന്ന ഈ ദൈവങ്ങളുടെ ദയയ്ക്കും അനുഗ്രഹത്തിനും അവരുടെ കോപത്തിനും എല്ലാം അനുസരിച്ചാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും ജീവിതം എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഭൂമിയിലെ ദൈവങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഭരണ സംവിധാനങ്ങൾ, അവരാൽ ഉണ്ടാക്കപ്പെട്ട നിലനിർത്തപ്പെട്ട ഭരണ സംവിധാനങ്ങൾ, ഇതിലൂടെയാണ് ഇന്ത്യ എല്ലാ കാലവും ഭരിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഇതിൽ നിന്നൊരു മാറ്റം വേണമെന്ന തോന്നൽ തന്നെ നമുക്ക് ഉണ്ടാകുന്നത് ഈ ആധുനികതയുടെ സന്ദർഭത്തിൽ മാത്രമാണ്. കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളിലൂടെ ഇവിടുത്തെ ആളുകൾ അവർക്ക് ആദ്യമായിട്ടൊരു വ്യക്തി മൂല്യമൊക്കെ കൈവരിക്കാൻ ശ്രമിക്കുകയും അതാണ് നമ്മുടെ നവോത്ഥാന കാലത്ത് നമ്മുടെ സമരങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. അതിനുശേഷം ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ വലിയ സന്തോഷം മാത്രമല്ല ഇവിടുത്തെ കീഴാളർക്കുണ്ടായിരുന്നു, വലിയ പേടിയുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീണ്ടും ഈ ഭൂസുരന്മാരുടെ, ഭൂമിയിലെ ദൈവങ്ങളായ ഈ ബ്രാഹ്മണരുടെ ഭരണം, അവർ നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ തിരിച്ചെത്തുമോ എന്ന് എല്ലാ കാലത്തും ഭയന്നിരുന്നു. ആ ഭയം ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ നമ്മൾ കുമാരനാശാൻ്റെ വിയോഗത്തിൻ്റെ ശതാബ്ദി ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഈ സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ മുമ്പേ തന്നെ കുമാരനാശാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവസാനമായ എഴുതുന്ന കുറിപ്പുകൾ പോലും നമുക്ക് കാണാൻ സാധിക്കും. കുമാരനാശാൻ ഈ ദേശീയതയെ, സ്വരാജ്യം എന്ന സങ്കല്പത്തെയൊക്കെ എതിർക്കുകയാണ്. കാരണം ഈ സ്വരാജ് വഴക്ക് എന്ന് കുമാരനാശാൻ പറയുന്നത്, ഈ സ്വരാജ് വഴക്ക് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ഉപരിവർഗത്തിന് വീണ്ടും അധികാരം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ്. അപ്പോൾ സ്വരാജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ ഈ സ്വരാജിനോട് കീഴാളർക്ക് വിയോജിപ്പുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കരുത്, ഇന്ത്യക്കാർ തന്നെ ഇന്ത്യ ഭരിക്കണം എന്നതാണ് നമ്മുടെ ഈ സ്വദേശി മൂവ്മെൻറ്റ്, ഈ പറഞ്ഞ ദേശീയ പ്രസ്ഥാനം മൊത്തം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാരിൽ ആര് ഭരിക്കണം എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തെ വേണ്ട വിധം നമ്മളുടെ ദേശീയ പ്രസ്ഥാനം അഡ്രസ്സ് ചെയ്തിട്ടില്ല. നമ്മുടെ ഭരണഘടനാ ചർച്ചകളിൽ തന്നെ മുനിസ്വാമിയെ, നാഗപ്പയും പോലുള്ള ആളുകൾ ഭരണഘടനാ അസംബ്ലിയിൽ പറയുന്ന ഏറ്റവും വലിയ കാര്യം, ഈ ബ്രിട്ടീഷുകാർ പോകുന്നതോടെ ഈ ഹിന്ദുക്കൾ, ജാതി ഹിന്ദുക്കൾ, കാസ്റ്റ് ഹിന്ദുസ്, ഈ പറയുന്ന സവർണ ജനത, അവർ പവറിലേക്ക് തിരിച്ചു വരുന്നുള്ളതാണ്. അവർ പവറിലേക്ക് തിരിച്ചു വന്നാൽ ഞങ്ങളുടെ കാര്യം എന്തായിരിക്കും? അതൊരു പ്രശ്നമാണ്. അപ്പോഴാണ് നമ്മുടെ ഭരണഘടനാ സമിതിയുടെ നെഹ്റു അവതരിപ്പിക്കുന്ന പ്രമേയം, നെഹ്റു ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്ന ആ പ്രമേയത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യത ഉറപ്പ് നൽകുന്ന ഒരു രാജ്യം ഇവിടെ ഉണ്ടാവും എന്നുള്ള വാഗ്ദാനമാണ്. ആ രാജ്യത്തെക്കുറിച്ചുള്ള നമ്മളുടെ എല്ലാ മനുഷ്യരും തുല്യമൂല്യമുള്ളവരാകുന്ന ഒരു രാജ്യം നമ്മൾ വിഭാവനം ചെയ്യുകയും ആ രാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം പതിയെ പതിയെ വികസിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എല്ലാം തന്നെ നമ്മളുടെ ഈ നവോത്ഥാനവും ദേശീയ പ്രസ്ഥാനത്തിനുമുണ്ടായ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും എല്ലാം മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളെല്ലാം കേവലം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി പരിണമിക്കുകയും സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്നതും തുല്യനീതിയുടെ വിതരണം എന്ന് പറയുന്നതെല്ലാം മാറുകയും മറിച്ച് അധികാരത്തിൻ്റെ പങ്കുവയ്പ്പ് മാത്രമായി നമ്മളുടെ 70 വർഷത്തെ ജനാധിപത്യം പരിമിതപ്പെട്ടു പോവുകയും ചെയ്തു. ഇതുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്നാണ് ഇവിടെ ഒരു കീഴാള ജനതയുടെ ഒരു പ്രതിരോധം ഉയർന്നു വരുന്നത്. അങ്ങനെ ഉയർന്നു വരുന്ന സമയത്തെല്ലാം തന്നെ മണ്ഡൽ കമ്മീഷൻ്റെ വരവോടെ ശക്തിപ്പെട്ട ഒന്നാണത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. മണ്ഡൽ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഈ ആനുപാതികമായ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയം അന്ന് ഇവിടുത്തെ പുരോഗമന പക്ഷത്തിന് പോലും വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരതിനെ ആ നിലയ്ക്കൊന്ന് ഉൾക്കൊള്ളാൻ അന്നത്തെ ഈ ദേശീയ കക്ഷി എന്ന് പറയുന്ന കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല, പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നീട് ഒരു രാഷ്ട്രീയമായി ഒരു അനിശ്ചിതത്വമൊക്കെ വരുന്ന ഘട്ടത്തിൽ താരതമ്യേന ന്യൂനപക്ഷമായ ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്ന ഒരു സമയത്തൊക്കെയാണ് പിന്നീട് വി പി സിംഗ് ഒക്കെ ഇതൊരു ടൂൾ എന്ന നിലയ്ക്ക് തന്നെ എടുത്ത് പ്രയോഗിക്കുന്നത്. അതെന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു എന്നുള്ളതാണ്.
ആ സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ 90കളിൽ പിന്നീട് സംഭവിക്കുന്നുണ്ട്. ഈ കമണ്ടലുവിനെ വെച്ചുകൊണ്ട്, ഈ പറയുന്ന ബാബറി മസ്ജിദ് ഇഷ്യൂവിനെയൊക്കെ വെച്ചുകൊണ്ട് ഈ കീഴാളരുടെ ഉണർവുകളെ തകർക്കുക, പിന്നോക്ക ജനതയുടെ ബോധ്യങ്ങളെ തകർക്കുക, ഇതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മളൊന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ് എന്ന് പറയുക, നമ്മൾ ഈ ഇവിടുത്തെ 85% ആളുകളും ഹിന്ദുക്കളാണെന്ന് പറയുക. അപ്പോൾ ഈ ഹിന്ദുക്കൾ 85% ഒരു രാജ്യത്തെ ഹിന്ദു രാജ്യം എന്ന് വിളിക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഹിന്ദു മതം ഇല്ല. ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന ഒരു തുല്യ അവകാശമുള്ള, എല്ലാ മനുഷ്യർക്കും തുല്യമായ പരിഗണനയുള്ള, അതിലെ മെമ്പേഴ്സ് എല്ലാവരും ഈക്വലായി പരിഗണിക്കപ്പെടുന്ന ഒരു ഹിന്ദു മതം ഇല്ല. പക്ഷേ ഈ വ്യാജ ഹിന്ദു മതത്തെക്കുറിച്ചുള്ള വ്യാജമായിട്ടുള്ള അവരുടെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ എല്ലാ ഹിന്ദുക്കളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ദൈവമാണ് രാമനെന്നും, ഈ രാമൻ്റെ രാജ്യമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ അധികാരം എല്ലാ സമയത്തും ബ്രാഹ്മണരുടെയും ബനിയകളുടെയും കായസ്ഥന്മാരുടെയും ക്ഷത്രിയന്മാരുടെയും കൈകളിൽ തന്നെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് വരുന്നത്. 90കളിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, അംബേദ്കർ വളരെ വ്യാപകമായി ഇന്ത്യയിൽ വായിച്ചു തുടങ്ങുന്നുള്ളതാണ്. അംബേദ്കറുടെ കൃതികൾ വ്യത്യസ്ത ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു, അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ധാരാളമായി കീഴാളരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും വായനാ ലോകത്തിലേക്ക് അംബേദ്കർ കൂടെ കടന്നു വരുന്നു. ഇതുകൂടെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഘപരിവാറിൻ്റെ പേരിൽ ഉയർത്തുന്ന, അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ പറയുന്ന പ്രഭുവർഗം ഉയർത്തുന്ന ഒരു ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള ഒരു നരേറ്റീവിന് കൃത്യമായ ഒരു എതിർവാദം ശക്തമായി തന്നെ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ആ ഫൈറ്റിങ്ങൾ തുടരുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഓരോ ഘട്ടത്തിലും ശരിക്കും പറഞ്ഞാൽ ഈ കീഴാളർ ഈ നിലയ്ക്ക് നടത്തുന്ന ഒരു സമരത്തിന് 2 നൂറ്റാണ്ട് കാലത്തെ പഴക്കമാണുള്ളത്, ഈ നിലയിൽ ശക്തിപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ 2 നൂറ്റാണ്ട് കാലം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും ശക്തിപ്പെട്ട് തന്നെയാണ് വരുന്നത്. അതിന് തകർച്ച നേരിടുന്നു എന്ന അർത്ഥത്തിലല്ല നമുക്ക് കാണേണ്ടത്. നമ്മൾ ഇന്നത്തേക്കാളധികം ഇവിടുത്തെ പാർശ്വവൽകൃതരായ ജനങ്ങളുടെ ശബ്ദം ഉയരുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അത് തോറ്റു കഴിഞ്ഞൊരു സമരമായിട്ടല്ല, മറിച്ച് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഇവിടുത്തെ ബ്രാഹ്മണ്യവും ബ്രാഹ്മണാധിപത്യവും തന്നെ ശക്തിപ്പെട്ടു നിൽക്കുന്നത്. അതിനെതിരെ വ്യാപകമായ തോതിലുള്ള പ്രതിരോധം ബൗദ്ധികമായ തലത്തിലായാലും രാഷ്ട്രീയമായ തലത്തിലായാലും സമരങ്ങളിലൂടെയായും ശക്തിപ്പെട്ടു വരുന്ന കാഴ്ച തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനിയുള്ള നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് വരെയുള്ള നമ്മുടെ സമരങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാലും, മണ്ഡൽ കമ്മീഷനെ പറ്റി പറഞ്ഞാലും, മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടല്ല ഇന്ത്യയിൽ സമരം നടന്നത്, മറിച്ച് മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളാണ് നടന്നത്. രക്തസാക്ഷികൾ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നത് ഈ മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ, സാമൂഹ്യ നീതിക്ക് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്ന സമരങ്ങളാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എതിർബലം കൂടെ ഇവിടെ ശക്തിപ്പെടുന്നുണ്ട്. ഇവിടുത്തെ കീഴാള ജനത, നേരത്തെ പറഞ്ഞ ഈ 85% വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക ജനത, അവരുടെ ശക്തിയും അവരുടെ രാഷ്ട്രീയവും അവരുടെ ഈ രാജ്യത്തിലുള്ള അവരുടെ ഇടമില്ലായ്മയും തിരിച്ചറിയുന്ന ഒരു ദിവസത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ സമരം നടക്കാൻ പോകുന്നത്. അതിന് ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ തിരിച്ചടിയും യഥാർത്ഥത്തിൽ അതിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. നമ്മൾ കാസ്റ്റ് സെൻസസിൻ്റെ വിഷയം പറയുമ്പോൾ നമുക്ക് പറയുന്നത് കാര്യം, കാസ്റ്റ് സെൻസസ് ഇപ്പം പെട്ടെന്ന് പൊന്തി വന്നൊരു വിഷയമല്ല, എത്രയോ കാലങ്ങളായി ഇതിൻ്റെ ആവശ്യം കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് കാസ്റ്റ് സെൻസസിൻ്റെ രാഷ്ട്രീയം ചർച്ചയാകുന്നു എന്ന് പറഞ്ഞാൽ, അത് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ നടന്ന നമ്മളുടെ ഈ പറയുന്ന സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട കേസ്, ആ കേസിൽ സുപ്രീം കോടതിയുടെ വിധിയും ഒരു ഭിന്നവിധിയായിരുന്നു. ആ വിധി ഭൂരിപക്ഷ വിധി പ്രകാരം ഈ സാമ്പത്തിക സംവരണം ശരിവെക്കുകയാണ് ഉണ്ടായത്. ആ സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധിയെ തുടർന്നാണ് യഥാർത്ഥത്തിൽ എങ്കിൽ 10% സംവരണം, ഈ സവർണരായിട്ടുള്ളവരിൽ ദാരിദ്ര്യരായ ആളുകളുണ്ട് എന്നും അവർക്ക് 10% സംവരണം നൽകണമെന്നും പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ജനങ്ങളിലും എത്ര പേർ ദരിദ്രരാണ്, ആരൊക്കെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ, ആരൊക്കെയാണ് അധികാരം കയ്യിൽ വെച്ചിരിക്കുന്നത്, ആർക്കൊക്കെയാണ് ഇവിടെ ഭൂമിയിൽ പങ്കാളിത്തമുള്ളത് എന്നതിൻ്റെ കൃത്യമായ ഡാറ്റ വേണമെന്ന് വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെടാൻ ഇവിടുത്തെ ഒബിസികളെയും ദളിതരെയും പ്രേരിപ്പിക്കുന്നു, ഇപ്പോൾ മൈനോറിറ്റീസിനെയൊക്കെ പ്രേരിപ്പിക്കുന്നത് ഈ കേസിലുണ്ടായ വലിയൊരു പരാജയമാണ്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ രംഗത്ത് നടക്കുന്ന രാഷ്ട്രീയമായ താൽക്കാലികമായ പരാജയങ്ങൾ പോലും ആത്യന്തികമായി കീഴാളരുടെ ഉണർവിനെ ശക്തിപ്പെടുത്തുമെന്ന ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാസ്റ്റ് സെൻസസിനെ
ആർക്കും എതിർക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനു എതിർക്കണം? നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? അവരെല്ലാവരുടെയും വിദ്യാഭ്യാസ നില എന്ത്? അവരുടെ സാമ്പത്തികമായ നില എന്ത്? ആരോഗ്യസ്ഥിതി എന്ത്? അവരുടെ ഭൂവിഭവത്തിലുള്ള പങ്കാളിത്തം എത്രമാത്രമാണ്? ഇത്തരം കാര്യങ്ങൾ വീട്ടിലെല്ലാവരും സാമാന്യമായി സുതാര്യമായി അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് താരതമ്യേന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ. എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു സ്ഥിതി എന്താണെന്ന്. അതിനനുസരിച്ചാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ കുടുംബത്തെ സൂചിപ്പിക്കുന്നത് കുടുംബം എന്ന് പറയുന്ന ഈ ഒരു സങ്കല്പത്തെ ശക്തിപ്പെടുത്തുക എന്നർത്ഥത്തിലല്ല. നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും പൊതുവെ ഈ കുടുംബ സംവിധാനത്തിൻ്റെ അകത്ത് ജീവിക്കുന്നു എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ലളിതമായ ഉദാഹരണം നിലയ്ക്കാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ രാജ്യത്ത് എത്ര പേർ ജീവിക്കുന്നു, ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർ ജീവിക്കുന്നു, ഏതൊക്കെ ജാതി സമൂഹങ്ങളായിട്ടോ അല്ലെങ്കിൽ സമുദായ സമൂഹങ്ങളായിട്ടാണ് അവർ ജീവിക്കുന്നത്, അവരുടെ വിദ്യാഭ്യാസ സ്ഥിതി എന്ത്, അവരുടെ ധനസ്ഥിതി എന്ത്, അവരുടെ ഉദ്യോഗങ്ങളിലുള്ള പങ്കാളിത്തം എന്ത്, ഇത്തരം കാര്യങ്ങൾ സുതാര്യമായി പ്രസിദ്ധീകരിക്കുന്നതിൽ, സുതാര്യമായി എല്ലാവരും മനസ്സിലാക്കുന്നതിൽ ആരെന്തിനെതിർക്കണം? നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ജനാധിപത്യ സമൂഹം, ആരോഗ്യകരമായൊരു ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ, ഇവിടെ അഴിമതികൾ ഇല്ലാതാകണമെങ്കിൽ, സ്വജനപക്ഷപാതിത്വം ഇല്ലാതാകണമെങ്കിൽ, തുല്യനീതി വിതരണം ചെയ്യപ്പെടണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് സുതാര്യത എന്ന് പറയുന്ന ഗുണമാണ്. എത്രമാത്രം ഭരണം സുതാര്യമാകുന്നു അത്രമാത്രം നമ്മുടെ നാട്ടിൽ ഒരു നല്ല ഭരണം ഉണ്ടാകും. അപ്പോൾ ഇവിടുത്തെ വിഭവങ്ങൾ ആരാണ് കൈവശം വെച്ചിരിക്കുന്നതെന്ന് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കറിയാമല്ലോ. ആ വിവരം പുറത്തു വരുന്നതിൽ യഥാർത്ഥത്തിൽ അവർ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇല്ലാത്തവരുടെ കാര്യം ഞങ്ങൾക്ക് ഒന്നിലും പങ്കാളിത്തമില്ല എന്ന സത്യമായി തന്നെ, വസ്തുതയായി തന്നെ പുറത്തു വരുന്നതിൽ ഒന്നുമില്ല. ഒരു സുതാര്യമായ രേഖ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. അതിനെ ആരും എതിർക്കേണ്ടതില്ല. ഇപ്പോൾ NSS എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സമുദായത്തിൻ്റെ സംഘടനയാണ്. ആ NSS എന്ന് പറയുന്ന ഒരു സമുദായ സംഘടന അവരുടെ പല ലഘുലേഖകളോ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ആ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകൾ എഴുതുന്ന എഴുത്തുകളിൽ നിന്ന് തന്നെ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ISROയുടെ ചെയർമാന്മാരിൽ പലരും ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഒരു നേട്ടം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളുടെ സമുദായാംഗമായ ഒരാൾ ഈ നേട്ടത്തിലേക്ക് രാജ്യത്തെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നില്ലേ? ഉണ്ടല്ലോ, അത് നമ്മൾ കാണുന്നില്ല. സോഷ്യൽ മീഡിയ വഴിയെല്ലാം നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അങ്ങനെ അവർക്ക് അഭിമാനിക്കാമെങ്കിൽ അവരുടെ സമുദായത്തിലെ ഏതേതൊക്കെ ആളുകൾ ഏതേതൊക്കെ പദവികളിൽ ഇരിക്കുന്നു എന്നും എത്രമാത്രം ഭൂമി അവരുടെ കൈവശമുണ്ട് എന്നും അവരുടെ ജനസംഖ്യാനുപാതികമായ ഒരു പ്രാതിനിധ്യം എന്താണെന്നും അവരുടെ ജനസംഖ്യ എത്രയാണ് എന്നും ഈ സമൂഹം അറിയുന്നതിൽ അവരെന്തിനാണ് ഭയപ്പെടുന്നത്? ഞങ്ങൾ കേരളത്തിൽ ഇത്രയും ശതമാനമേ ഉള്ളൂ, ഒരു 2 ഡിജിറ്റ് തികച്ചുള്ള സംഖ്യയില്ല. എന്നിട്ട് പോലും ഞങ്ങൾ വിദ്യാഭ്യാസപരമായി ഇത്രയും മുമ്പിലാണ്. ഉദ്യോഗങ്ങളിൽ ഞങ്ങൾ ഇത്ര ശതമാനമുണ്ട്. ഞങ്ങളുടെ ആളുകൾ ഇന്ന സംഭാവനകളൊക്കെ നാടിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സമ്പത്തിൽ ഇത്രയുണ്ട് എന്നാൽ സുതാര്യമായി ഈ സമൂഹം മനസ്സിലാക്കുന്നതിൽ NSS എന്തിനു ഭയക്കണം? ഒരു പരിധിവരെ ഭയപ്പെടാനൊന്നും ഇല്ല എന്ന് മാത്രമല്ല, ഈ ജാത്യഭിമാനമോ സമുദായാഭിമാനമോ കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നുകൂടി ആ അഭിമാനം ഉയരാനുള്ള സാഹചര്യം മാത്രമേ ഒരുങ്ങാൻ സാധ്യതയുള്ളൂ എന്നിരിക്കെ അതിനെതിർക്കുന്നത് എന്ത്? അതിനെതിർക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന അമിതമായ പ്രാതിനിധ്യം, ഈ ഓവർ റെപ്രസെൻറ്റേഷൻ സമൂഹത്തിൽ ചർച്ചയാകുമോ എന്നും അപ്പോൾ പ്രാതിനിധ്യം ഇല്ലാത്തത് ആരൊക്കെയാണ് എന്ന ചോദ്യം ഉയർന്നു വരികയും ഈക്വൽ റെപ്രസെൻറ്റേഷൻ എന്ന തത്വത്തിലേക്ക് സമൂഹം സ്വാഭാവികമായ ഒരു ജനാധിപത്യ സമൂഹം പോകുമ്പോൾ തങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടത്തെക്കുറിച്ചുള്ള വേവലാതിയാണ് ഈ പറയുന്ന കാസ്റ്റ് സെൻസസിനെ എതിർക്കുന്നവരുടെ കയ്യിലുള്ളത്. അതല്ലാതെ കാസ്റ്റ് സെൻസസിനെ എതിർക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തിയോ ഒരു സമൂഹമോ എന്തുകൊണ്ട് താങ്കൾ ഇതിനെ എതിർക്കുന്നതെന്നത് യുക്തിപരമായി ഈ സമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ചിട്ടില്ല. അവർ പറയുന്നു കാസ്റ്റ് സെൻസസ് എടുത്താൽ ജാതി ശക്തിപ്പെടും, സമുദായം ശക്തിപ്പെടും എന്നുള്ളതാണ്. ഈ സമുദായ വികാരവും ജാതിയൊക്കെ ശക്തിപ്പെടും, അങ്ങനെ ജനങ്ങൾ തമ്മിൽ ഭിന്നത വർദ്ധിക്കും എന്നുള്ളതാണ്. തുല്യമായ വിതരണം നടക്കുന്നതിലൂടെ, തുല്യമായ നീതിയും വിഭവങ്ങളും വിതരണം ചെയ്യുന്നതിലൂടെ ഒരു സമൂഹത്തിൽ ഭിന്നത ശക്തിപ്പെടുകയല്ല, മറിച്ച് എല്ലാവരും ഐക്യത്തോടെ പോകാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ലളിതമായ കാര്യം. ഇവിടെ ഒരു കേക്കുണ്ട്, ഇത് നമ്മൾ തുല്യമായി വിഭജിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ പരാതിക്ക് വകയില്ല. അപ്പോൾ പിന്നെ അവിടെയുള്ള ആളുകൾ തമ്മിൽ വളരെ സന്തോഷകരമായ ഒരു ബന്ധമാണ് അവിടെ ഉണ്ടാവുക.
ഒരാൾക്ക് അമിതമായി കൊടുക്കുന്നു, ഒരാൾക്ക് കിട്ടുന്നേ ഇല്ല. ഈ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുക. അപ്പോൾ സുതാര്യമാക്കുന്നതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നിരിക്കെ ഈ സുതാര്യതയ്ക്കെതിരായ നിലപാടെടുക്കുന്നത് എന്തൊക്കെയോ മറയ്ക്കാനുള്ളതുകൊണ്ട്, ഒളിക്കാനുള്ളതുകൊണ്ട് മാത്രമാണ്. പിന്നെ അവർ പറയുന്ന വാദം ജാതി വികാരവും ജാതിയും ശക്തിപ്പെടുമെന്ന ആ വാദമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് NS പോലുള്ള സംഘടനകൾ പിരിച്ചുവിടുക എന്നുള്ളതാണ്. ഒരേ സമയം സമുദായത്തിൻ്റെ പേരിൽ സംഘടന ഉണ്ടാക്കുകയും സമുദായത്തിൻ്റെ പേരിൽ സംഘടിക്കുകയും സമുദായത്തിൻ്റെ പേരിൽ 5ാം മന്ത്രി നമ്മുടെ താക്കോൽ സ്ഥാനം ചോദിക്കുകയും സമുദായത്തിൻ്റെ പേരിൽ മറ്റൊരു സമുദായത്തിന് 5ാം മന്ത്രി കൊടുക്കുന്നതിന് എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ജാതി സെൻസസ് എടുത്താൽ ജാതി ശക്തിപ്പെടും, അതുകൊണ്ട് ജാതിയെപ്പറ്റി ആരും ചിന്തിക്കരുതെന്ന് പറയുന്നത് പരിഹാസ്യമായ വാദമാണ്. അത്രയ്ക്ക് ആത്മാർത്ഥം അവർക്കുണ്ടെങ്കിൽ ആ സമുദായ സംഘടന പിരിച്ചുവിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യാൻ തയ്യാറാവില്ല ഒരിക്കലും. അപ്പോൾ അമിതമായ വിഭവാധികാരം, അമിതമായ പ്രാതിനിധ്യം, അമിതമായി കൈവശം വെച്ചിരിക്കുന്ന സമ്പത്തും അമിതമായി കൈവശം വെച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വിഭവങ്ങളെയും കുറിച്ചുള്ള വിവരം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വ്യക്തമാകുമെന്ന ഒറ്റ ഭീതിയാണ് ഇത്തരത്തിലുള്ള ഇവിടുത്തെ ഒളിഗാർക്കി സമുദായങ്ങളെ ഇതിനെ എതിർക്കാൻ ഉള്ള കാരണമായി മാറുന്നത്. BJPക്കാർ എപ്പോഴും പറയുന്നൊരു വാദമാണ്, ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അവർ ഉയർത്തുന്ന വാദമാണ്, ഏറ്റവും കൂടുതൽ ദളിത് MPമാരുള്ളത് ഞങ്ങൾക്കാണ്, ഏറ്റവും കൂടുതൽ ദളിത് ആളുകൾക്ക് അധികാര സ്ഥാനങ്ങൾ കൊടുത്ത് ഞങ്ങളാണ് എന്നൊക്കെ അവർ പറയാറുണ്ട്. മാത്രമല്ല ദളിത് രാഷ്ട്രീയം വളരെ ശക്തമായി ഉയർത്തിപ്പിടിച്ചിരുന്ന രാംദാസ് ഒത്തേവാലയെ പോലുള്ള ആളുകൾ BJPയുടെ NDAയുടെ ഭാഗമാകുകയും അധികാരം പങ്കിടുകയും ചെയ്ത കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇത് എങ്ങനെ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഡാറ്റ വെച്ച് നമ്മൾ ഇതുപോലെ പരിശോധിക്കുകയാണെങ്കിൽ ഉപരിപ്ലവമായൊരു പരിശോധനയിലൂടെ നമുക്ക് വ്യക്തമാകുക ഇത് OBCകൾ, ദളിതരെല്ലാം, ആദിവാസികളെല്ലാം BJPയുടെ കൂടെയാണല്ലോ എന്നുള്ളതാണ്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് അംബേദ്കറും ഗാന്ധിയും തമ്മിൽ നടന്ന വലിയ ഒരു സംവാദവും അതിനെ തുടർന്ന് നടന്ന ഗാന്ധിയുടെ ഉപവാസത്തിൻ്റെ കഥയിലേക്കൊക്കെ തിരിച്ചു പോകേണ്ടി വരും, പൂനെ പാക്റ്റിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? OBCകൾക്ക് ലോക്സഭയിലേക്ക് സംവരണം ഇല്ല, ദളിതരെ മാത്രമാണ് നമുക്ക് ഈ സംവരണ സീറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെന്ന നിലയ്ക്ക് ദളിത് പ്രതിനിധികളെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. അവർ ദളിത് പ്രതിനിധികളാണോ? ഉദാഹരണത്തിന് 10% ദളിത് ജനസംഖ്യയുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ ദളിതരായ 2 സ്ഥാനാർത്ഥികൾക്ക് 2 അതിലധികമോ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ സാധിക്കൂ, കാരണം അതൊരു ദളിത് സംവരണ മണ്ഡലമാണ് എന്ന് കരുതുക. അപ്പോൾ ജനസംഖ്യാനുപാതികമായി 22.5% സംവരണ മണ്ഡലങ്ങളിൽ ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ പരസ്പരം മത്സരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ മണ്ഡലത്തിലെ ദളിത് ജനസംഖ്യ എന്ന് പറയുന്നത് 10, 15, 20% മാത്രമാണ്. അവിടെ വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം മൊത്തം വോട്ടർമാരിൽ 80% ആളുകൾ വോട്ട് ചെയ്യുന്നു എന്ന് കരുതുക. അതിൽ 20% വോട്ട് മാത്രമാണ് ദളിത് വോട്ടുകളുള്ളത്. ബാക്കി 20% വോട്ട് ചെയ്യാതെ പോയി ബാക്കി 20% ദളിത് വോട്ടുകളുണ്ടെങ്കിൽ ഈ ബാക്കി 60% വോട്ടാണ് യഥാർത്ഥത്തിൽ ആരാണ് ഈ മണ്ഡലത്തിൽ വിജയിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷ ജനത, അതായത് ദളിത് ഇതര ഭൂരിപക്ഷ ജനത, അവർക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാണ് തിരഞ്ഞെടുക്കുക. ദളിതർക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയല്ല. ദളിതർക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാണ് ദളിതരുടെ പ്രതിനിധിയായി വരേണ്ടത് എന്നുണ്ടെങ്കിൽ നാം ദളിതർക്ക് മാത്രം വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ദളിതരുടെ പ്രതിനിധികളാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് ദളിത് പ്രാതിനിധ്യമാണ്, ദളിതരുടെ പ്രാതിനിധ്യമല്ല. ദളിതിൽ നിന്ന് ഒരാളെ നമ്മൾ അവരുടെ പ്രതിനിധിയായി നമ്മുടെ സഭയിൽ കൊണ്ടിരുത്തുന്നു എന്നുള്ള ഒരു പ്രച്ഛന്ന പ്രാതിനിധ്യമാണ് അവിടെ ലഭിക്കുന്നത്. യഥാർത്ഥ പ്രാതിനിധ്യമല്ല. യഥാർത്ഥ പ്രാതിനിധ്യം വരണമെങ്കിൽ ദളിതർ തിരഞ്ഞെടുക്കപ്പെടുന്ന ദളിതരുടെ പ്രതിനിധി സഭയിലെത്താനുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകണം. അതില്ലാത്തിടത്തോളം കാലം ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് അഥവാ അധികാരവർഗത്തിന് അഥവാ ദളിത് ഇതര സമൂഹത്തിന് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ടത്. ദളിത് താല്പര്യങ്ങൾ പറയുന്ന വ്യക്തിയല്ല. ദളിതർക്ക് വേണ്ടി ദളിത് ഇതരരുടെ താല്പര്യം ബലി കൊടുക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയെ, തങ്ങൾക്ക് ഏറ്റവും സൗഹൃദമുള്ള, തങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ, ദളിതരിൽ തങ്ങളോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നവരാണ് ഇവരെല്ലാവരും. നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി ആദിവാസികളിൽ നിന്നും
എന്നേക്കും നഷ്ടപ്പെടുത്തുന്ന രീതിയിലൂടെ നിയമനിർമ്മാണം നടന്ന സമയത്ത് അതിനെതിർക്കാൻ ഒരു ഗൗരവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ആളാണ് എതിർത്തത്. ആ സമയത്ത് സംവരണ മണ്ഡലത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ അവിടെ ഉണ്ട്, ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു എതിർപ്പും ഉണ്ടാകുന്നില്ല. കാരണം ഇവരെല്ലാം വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടിയുടെ വിപ്പ് പാലിക്കാൻ ബാധ്യസ്ഥരായ ആളുകളായിട്ടോ അതിൽ മെമ്പേഴ്സായിട്ടോ ആണ് നിൽക്കുന്നത്. അതല്ലാതെ ഒരു ദളിത് പ്രതിനിധിയും ഞാൻ ദളിതരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പൊതുസമൂഹത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മറിച്ച് അവർ പറയുന്നത് ഞാൻ കൊടിക്കുന്നിൽ സുരേഷ് എത്രയോ തവണയായ MP ആണ്, അദ്ദേഹം ഞാൻ ദളിതർ റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് എന്തെങ്കിലും അവകാശപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പകരം ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്നായിരിക്കും പറയുക. ഇതേപോലെ തന്നെ രാധാകൃഷ്ണൻ, അദ്ദേഹം ഒരു CPM-ൻ്റെ കേഡറാണ്, അങ്ങനെയാണ് അവകാശപ്പെടുക. ഞാൻ ദളിതരുടെ പ്രതിനിധിയാണെന്ന് അവകാശപ്പെടില്ല, അവകാശപ്പെടേണ്ട കാര്യവുമില്ല. അത് അവകാശപ്പെട്ടാൽ ഇവർ ഈ പറഞ്ഞ ആർക്കും തന്നെ ആ പൊസിഷനിലേക്ക് എത്താനും സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഇവിടെ ദളിതരുടെ പ്രതിനിധി ആരാണ് എന്ന ചോദ്യത്തിന് ആദ്യമായി ഞാനാണ് ദളിതരുടെ പ്രതിനിധീകരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഗാന്ധി അതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി പറയുന്നത് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെ ദളിതരുടെ അടക്കം പ്രതിനിധി ഞാനാണ് എന്നുള്ളതാണ് ഗാന്ധിയുടെ വാദം. ഇപ്പോൾ അന്ന് ഗാന്ധി നടത്തുന്ന തെറ്റായ ആ വാദം പോലെയാണ് ഇപ്പോൾ BJP ഉൾപ്പെടെയുള്ള ഏത് സ്റ്റേറ്റും ഭരിക്കുന്ന ഭരണ പാർട്ടികൾ ഞങ്ങളാണ് ദളിതരുടെ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളതെന്ന് പറയുന്നത്. അതിന് യാഥാർത്ഥ്യ ബന്ധമില്ല. അപ്പോൾ ദളിതരെ പ്രതിനിധീകരിക്കാൻ ദളിതരുടെ പ്രതിനിധികൾ വരാത്തിടത്തോളം കാലം ഈ പറയുന്ന ആളുകളെല്ലാം ദളിതരുടെ യഥാർത്ഥ ഹൃദയവികാരത്തെയും രാഷ്ട്രീയ വികാരത്തെയും രാഷ്ട്രീയ ഇച്ഛയെയുമാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്ന കക്ഷികൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നതെന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ വസ്തുതയെ മുൻനിർത്തി നമ്മുടെ ജനാധിപത്യത്തെ പരിഷ്കരിക്കുകയും ഇപ്പോൾ ഇന്ത്യക്കാർ ഭരിക്കണമെന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം. നമ്മൾ തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണ സംവിധാനം എന്നുള്ളതാണ് ജനാധിപത്യം പറയുന്നതെങ്കിൽ ഈ അവകാശം ദളിതർക്കുണ്ട്. ദളിതരുടെ പ്രതിനിധികൾ ഉറപ്പായിട്ടും ദളിതരാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കണം. ഇപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് രാജ് ആക്ട് വന്നതിന് ശേഷം നമ്മുടെ അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം ഇവിടെ OBC-കൾക്കടക്കം ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിൽ റിസർവേഷൻ കൊടുക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ കേരളത്തിലോ മറ്റ് പല സ്റ്റേറ്റുകളിലും ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ പ്രാതിനിധ്യമില്ലാത്തവരുടെ പ്രാതിനിധ്യം ഉൾപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ജനാധിപത്യത്തെ നമ്മൾ പരിഷ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ കാര്യമെടുക്കാം. പല നിയമസഭകളിലും മുസ്ലിങ്ങളായിട്ടുള്ള മെമ്പേഴ്സില്ല, മന്ത്രിസഭകളിൽ മുസ്ലിങ്ങളില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഈ ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യത്തെ മറികടന്നുകൊണ്ട് നമ്മുടെ സഭയിലെത്താനുള്ള ഒരു മെക്കാനിസവും നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനകത്തില്ല. അപ്പോൾ റെപ്രസെൻറ്റേഷൻ എന്നുള്ളതാണ് റിസർവേഷൻ്റെ അടിസ്ഥാന തത്വം. ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആവശ്യം, എല്ലാവരുടെയും പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു ആവശ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊരു ആ കൺസെപ്റ്റിൻ്റെ ആശയപരമായിട്ടുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏതേത് കാരണങ്ങളാലാണോ വിവേചനം അനുഭവിക്കുന്നത് അതാത് കാരണങ്ങളാൽ അവർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ഇപ്പോൾ 19% മുസ്ലിങ്ങളുടെ സ്റ്റേറ്റിൽ ഒരു മുസ്ലിം പോലും മന്ത്രിസഭയിലോ നിയമസഭയിലോ ഇല്ലാത്ത സ്ഥിതി ഉണ്ട് എങ്കിൽ അവിടെ ആ ജനങ്ങൾക്ക് വേണ്ടി അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ട ഒരു സംവിധാനം നമ്മുടെ ഈ ഇലക്ഷൻ പ്രൊസീജിയറിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രാതിനിധ്യമില്ലാതെ പോകുന്ന എല്ലാ ജനങ്ങളുടെയും പ്രാതിനിധ്യവും അവരുടെ ശബ്ദം നമ്മളുടെ ഈ നിയമനിർമ്മാണ സഭകളിലും ജനങ്ങളുടെ പീപ്പിൾ ഹൗസുകളിലും ഉണ്ടാകാനുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മളുടെ നിയമനിർമ്മാതാക്കൾ ഉയർന്നു ചിന്തിച്ചാൽ മാത്രമേ ഇന്ത്യയിലെ ജനാധിപത്യം ശരിയായ ജനാധിപത്യമായി മാറുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഹിന്ദുത്വം അവരുടെ കാലാളുകളായി അവരുടെ ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്ന ആകേണ്ട കാലാൾ പടയായി ദളിതരെയും ആദിവാസികളെയും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഈ നരേഷനിൽ വലിയൊരു അപകടം കൂടെ പതിയിരിക്കുന്നുണ്ട്, നമ്മൾ കാണാതിരിക്കാൻ വയ്യ. കാരണം കുറ്റവാളികളെല്ലാവരും ഇവരാണ് എന്നൊന്നിലേക്ക് ഇത് മാറിപ്പോകും. നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനൊരു വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇപ്പോൾ ബ്രാഹ്മണരും പറയുന്നത് തന്നെയാണല്ലോ,
ഞങ്ങൾ ആരെയും കൊല്ലുന്നില്ല, ഞങ്ങൾ ഒരാളെയും കൊന്നിട്ടുള്ളവരല്ല, ഞങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ പ്രവർത്തനം ചെയ്യുന്നവരല്ല, ഞങ്ങൾ ആയുധപരമായി സംഘടിക്കുന്നവരല്ല, ഞങ്ങൾ ആരെയും മുറിപ്പെടുത്തുന്നവരല്ല, ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വളരെ ശാന്തരായ, അങ്ങേയറ്റം സാത്വികരായ, ദേവന്മാർക്ക് തുല്യം ജീവിക്കുന്ന നല്ല മനുഷ്യരാണ് ഞങ്ങൾ. അപ്പോൾ ഈ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേറെ വേറെ ആളുകളാണ്. അവരുടെ തെറ്റിന് നിങ്ങളെങ്ങനെയാണ് ഞങ്ങളെ കുറ്റം പറയുന്നത്? ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്ന് കരുതി ഞങ്ങളായിട്ട് ഒരു മുസ്ലിമിനെയും കൊന്നിട്ടില്ല. കൊന്നതൊക്കെ മറ്റു ആളുകളാണ്, അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന തരത്തിൽ ഇവിടുത്തെ ഈ പറയുന്ന ഭരണത്തിൻ്റെ പേരിലോ അധികാരത്തിൻ്റെ പേരിലോ ചെയ്തു കൂട്ടുന്ന എല്ലാ ക്രൂരതകളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടെയാണ് നമ്മളിവിടെ ഒരുക്കി വയ്ക്കുന്നത്. അത് നമുക്ക് സ്വീകാര്യമല്ല. ഈ കൂലിക്കെടുക്കുന്ന പട്ടാളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂലിക്കെടുക്കുന്ന ഒരു സൈന്യം എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ യുദ്ധമുഖത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ റഷ്യയിൽ കാണുന്നുണ്ട്, മറ്റെല്ലാ യുദ്ധമുഖങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. എന്ന് കരുതി ആ കൂലിക്ക് എടുക്കപ്പെട്ടവരുടെ വംശമോ അവരുടെ സമുദായമോ അവരുടെ സമൂഹമോ അവരുടെ രാജ്യമോ അതിന് ഉത്തരവാദികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പറയുകയും ചെയ്യരുത്. അപ്പോൾ ഈ സംഘപരിവാറിൻ്റെ ടൂളാക്കപ്പെടുന്ന ആളുകളെ ദളിതരുടെയോ OBC-കളുടെയോ പ്രതിനിധിയായി നമ്മൾ കാണരുത്. അവർ ഈ തരത്തിൽ കൂലിക്ക് എടുക്കപ്പെട്ടവർ മാത്രമാണ്. ഒരുപക്ഷെ ഏറ്റവും താഴെത്തട്ട രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് അതിന് സാമൂഹ്യമായ പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ അവരുടെ ദാരിദ്ര്യമാകാൻ കാരണം, അതല്ലെങ്കിൽ മറ്റു തരത്തിലായിരിക്കും. കാരണം ഒരു ആദിവാസി അമ്മ ഒരിക്കൽ അവരുടെ മകൻ സംഘപരിവാറിൻ്റെ ശാഖയിൽ പോകുന്നതിനെ അനുകൂലിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, അവിടെ പോകുമ്പോൾ കുട്ടി ഈ പയ്യൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒക്കെ ചെയ്യില്ല എന്നുള്ളതാണ്. മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യില്ല എന്നാണ് അവർ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത്. അത്രമാത്രമേ അർത്ഥമുള്ളൂ. അതിന് പകരം അവൻ മറ്റൊരു തരത്തിൽ ആളുകളെ ആക്രമിക്കുകയും അയാളുടെ ജീവിതം തന്നെ ജയിലിൽ ഹോമിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് മകൻ പോകുന്നതെന്ന് ഈ പാവത്തിന് അറിയില്ല. അപ്പോൾ സാമൂഹ്യമായ ഇത്തരത്തിൽ പല പല രീതികളിലൂടെയാണ് ഇവരെ കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിലും നാം മനസ്സിലാക്കേണ്ടത്, സംഘപരിവാറിലേക്ക് ഇപ്പോൾ കേരളത്തിലേക്ക് തന്നെ വരൂ, സംഘപരിവാറിലേക്ക് പോയ NDAയുടെ ഭാഗമായ സമുദായ കക്ഷികളെടുത്ത് നോക്കൂ. BDJS എന്ന് പറയുന്ന ഈഴവ സമുദായത്തിലെ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന സംഘടന, അവരുടെ മുദ്രാവാക്യത്തിന് ഈ ഈഴവ പൊളിറ്റിക്സുമായി, ഇന്നോളമുള്ള കേരളത്തിലെ ഈഴവ പൊളിറ്റിക്സുമായി എന്ത് ബന്ധമാണുള്ളത്? നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ, നമ്പൂതിരി മുതൽ നായാടി വരെയുള്ളവരെ ഐക്യമായിരുന്നു ഒരു മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചത്. ഇതിൽ തന്നെ ശ്രേണീകൃതമായ മൊത്തം വ്യക്തമാണ്. ആ മുദ്രാവാക്യം തന്നെ പ്രശ്നമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ഭാരത് ധർമ്മ ജനസേന എന്ന് തങ്ങളുടെ പാർട്ടിക്ക് പേരിടുന്നു. ഈ സേനകളെല്ലാം നമുക്കറിയാം. ഈ സേനകളെല്ലാം തന്നെ സേന എന്ന പേരിൽ തുടങ്ങിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ചെറിയ ചെറിയ ഫ്രിഞ്ച് ഗ്രൂപ്പുകളും എല്ലാം തന്നെ സംഘപരിവാറിൻ്റെ വേണ്ടി ആളെ കൂട്ടുന്ന റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളായിട്ടാണ് സംഘപരിവാർ അതിനെ വിഭാവനം ചെയ്യുന്നത്. ഈ പാർട്ടിയുടെ ഭരണഘടനയടക്കം ഉണ്ടാക്കിയത് RSSൻ്റെ ഒരു താത്വിക ആചാര്യനായ ഗുരുമൂർത്തിയാണ് എന്ന് ആ സമയത്ത് വാർത്തകൾ വരികയുണ്ടായി. അങ്ങനെ നോക്കുന്ന സമയത്ത് BDJS എന്ന് പറഞ്ഞ പേരിലോ അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യത്തിലോ ഒന്നും ചരിത്രത്തിൽ ഇന്നോളം ഉയർത്തിയിട്ടുള്ള ഒരു ഈ പറയുന്ന ഇപ്പോൾ ഡോക്ടർ പൽപ്പുവിനിലൂടെ ആരംഭിച്ച് ഇവിടെ എത്തി നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഈഴവർക്ക് ഒരു പങ്കുമില്ല. ആ ഈഴവ രാഷ്ട്രീയമായിട്ട് ഇവരുടെ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. ഇപ്പോൾ അവർ സംഘപരിവാറിലേക്ക് ഉള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളായി പ്രവർത്തിക്കുകയാണ്. അതിന് ഈഴവ സമുദായം ഉത്തരവാദികളാകുന്നിങ്ങനെ. അപ്പോൾ അവരുടെ സമുദായ സംഘടന, ആ സമുദായ സംഘടനയിലെ മെമ്പർഷിപ്പിൻ്റെ രീതി, അതിലെ തെരഞ്ഞെടുപ്പ് ഘടന, അതിലെ ഈ യൂണിയൻ തല നേതൃത്വം ആര് കൈവശം വയ്ക്കുന്നു, അവരുടെ പ്രാതിനിധ്യത്തിൻ്റെ സ്വഭാവം എന്ത്, ഇങ്ങനെയുള്ള സങ്കീർണമായ നിരവധി ഘടകങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ പുറമേ നിന്നുള്ള ആളുകൾക്ക് ഇവരുടെ പ്രാതിനിധ്യ സംഘടനയല്ല എന്നുള്ളതിൻ്റെ അല്ലാതാകുന്നത് എന്തുകൊണ്ടെന്നുള്ള കാര്യം മനസ്സിലാവും. കേരളത്തിലെ ബഹുഭൂരിപക്ഷ ഈഴവരും പ്രവർത്തിക്കുന്ന BDS-ലല്ലോ, കോൺഗ്രസ്സിലോ CPM-ലോ CPI-ലോ പോലുള്ള പ്രസ്ഥാനങ്ങളല്ലേ. ഒരുപക്ഷെ മുസ്ലിം ലീഗിലുള്ള അത്ര ആളുകൾ പോലും ഈ BDS-ൽ ഉണ്ടാവുക എന്നുള്ള സംശയമാണ്. അപ്പോൾ ഈ പറയുന്ന BDJS-കാരോ അതിൻ്റെ നേതൃത്വമോ യഥാർത്ഥത്തിൽ ഈഴവ സമുദായത്തിന് പ്രതിനിധീകരിക്കുന്നേ ഇല്ല. അപ്പോൾ അവർ സംഘപരിവാറിന് നൽകുന്ന പിന്തുണയെ എങ്ങനെയാണ് ഈ സമുദായത്തിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല.
പിന്നെ നാം മനസ്സിലാക്കേണ്ടത് കാര്യം, ഈ മണ്ഡൽ കമ്മീഷനൊക്കെ ശേഷം നമ്മുടെ ഇന്ദിരാ സേന കേസിലെ വിധിക്ക് ശേഷം ക്രീമി ലെയർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാകുകയും ഈ കൺസെപ്റ്റിനെ തുടർന്ന് ഇവിടുത്തെ OBCകളുടെ സമുദായത്തിനകത്ത് അവർ നെടുകെ പിളരുകയും ചെയ്തിട്ടുണ്ട്. ഒരു അദൃശ്യമായ പിളർപ്പ് OBCകൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് സംവരണാവകാശമുള്ള OBCകളെന്നും സംവരണാവകാശമില്ലാത്തവരെന്നും. അപ്പോൾ ഈഴവ സമുദായത്തിനകത്ത് തന്നെ ഇപ്പോൾ കൃത്യമായി ഈ കോടതി നിർമ്മിച്ച ഈ നിയമം വഴി 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടാകുന്നു സമുദായത്തിൻ്റെ അകത്ത് തന്നെ. ഈ അവകാശമുള്ള ഈ പറയുന്ന നോൺ ക്രീമി ലെയർ ഈഴവരും തീരും, സംവരണാവകാശമില്ലാത്ത ക്രീമി ലെയർ ആയിട്ടുള്ള ഈഴവരും തീരും. ഈ ക്രീമി ലെയർ ഈഴവരുടെ കയ്യിലാണ് ഇവരുടെ സംഘടന മുഴുവൻ. അവരാണ് കൊണ്ടു നടക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 103-ാം ഭരണഘടനാ ഭേദഗതി ഒരു പ്രശ്നമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം 10% സാമ്പത്തിക സംവരണം ഒരു പ്രശ്നമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മെഡിക്കൽ സീറ്റുകളിലെ ഫ്ലോട്ടിംഗ് റിസർവേഷൻ നിർത്തലാക്കുന്നത് ഒരു പ്രശ്നമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലോ ഈഴവർക്കോ ദളിതർക്കോ ശാന്തിക്കാരാകാൻ പറ്റാത്ത സാഹചര്യം പ്രശ്നമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതാ UGC കൊണ്ടുവന്ന പുതിയ അവരുടെ നിർദ്ദേശപ്രകാരം ഈ റിസർവേഷൻ പോസ്റ്റുകൾ, യൂണിവേഴ്സിറ്റിയിലുള്ള പോസ്റ്റുകൾ റിസർവ് ചെയ്യാനുള്ള ഒരു സംവിധാനം അവർ ആലോചിക്കുമ്പോൾ ഇത് ഇവർക്ക് പ്രശ്നമേ അല്ല. കാരണം ഈ ക്രീമിയിൽ ഏർപ്പെട്ട എല്ലാവരും തന്നെ ബിസിനസ്സുകാരാണ്. അവരാരും തന്നെ IAS പരീക്ഷ പോലും എഴുതാൻ വരുന്നവരല്ല. ഇപ്പോൾ പല ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, യൂസഫലിയുടെ മകൻ എന്തിനാണ് സംവരണം, വെള്ളാപ്പള്ളി നടേശൻ്റെ മകന്, അതായത് ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞു BDJസിൻ്റെ നേതാവിന് എന്തിനാണ് സംവരണം എന്നൊക്കെ ചോദിക്കും. അവർ സംവരണമുള്ളവരേ അല്ല. അവരും യഥാർത്ഥത്തിൽ സംവരണ വിരുദ്ധരാണ്. കാരണം അവർക്ക് സംവരണം ഇല്ല. യൂസഫ് അലിയുടെയോ വെള്ളാപ്പള്ളി നടേശൻ്റെയോ മകൻ IAS പരീക്ഷ പോലും എഴുതാൻ പോകാൻ സാധ്യതയുള്ളവരല്ല. കാരണം അവർക്ക് IASകാരാവണ്ട. അവർക്ക് IASകാരെ വാങ്ങാനോ IASകാരെ നിയന്ത്രിക്കാനോ ഉള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അവർക്കുണ്ടായിരിക്കാം. പക്ഷെ അത് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ സമുദായത്തിൻ്റെ താല്പര്യത്തെയല്ല, തങ്ങളുടെ ഈ ക്രീം ലെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ തന്നെ ഞാനത് അംഗീകരിക്കുന്ന ആളല്ല. എങ്കിലും ഈ സാഹചര്യത്തിൽ പറയുകയാണ്, ഈ ക്രീം ലെയറിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ അവർ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഉയർത്തുന്ന രാഷ്ട്രീയം ഇത്തരത്തിൽ OBCകൾക്കും ദളിതർക്കും ഇടയിലുള്ള ആളുകളിലെ ഒരു വരേണ്യ വിഭാഗം ഉയർത്തുന്ന അവരുടെ താല്പര്യത്തിന് വേണ്ടി അവർ അധികാരികളുമായി പങ്കുചേരുന്ന രാഷ്ട്രീയത്തെ OBCകളുടെയോ ദളിതരുടെയോ രാഷ്ട്രീയമായി നാം ചിത്രീകരിക്കരുത്. അത് ചിത്രീകരിക്കുന്നത് സംഘപരിവാറിന് നേരത്തെ പറഞ്ഞ ഒരു വ്യാജ നരേറ്റീവ് ഉണ്ടാക്കാൻ, എല്ലാ ദളിതരും എല്ലാ OBCകളും ഞങ്ങളുടെ കൂടെയാണെന്ന വ്യാജ നരേറ്റീവ് ഉണ്ടാക്കാൻ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ കീഴാളരുടെ യഥാർത്ഥ പ്രാതിനിധ്യം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു കീഴാള രാഷ്ട്രീയ പ്രസ്ഥാനമോ നേതൃത്വമോ ഇന്ന് ഇവിടെ നിലവിലില്ല എന്ന വസ്തുത നാം പറയേണ്ടതുണ്ട്.